ഇങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ എന്താ അവിടെ നിൽക്കുന്നത് കഴിഞ്ഞോ? അങ്ങനല്ല പൂളംകുത്തി ഇംഗ്ലീഷ് അറിയാ ബ്രദർ പൂളംകുത്തി. English? Do you know English? This is English do. You understand me? One video for this new I take for this. Yes, The sure. new video look. Now understand? Okay. Catch. Now. Okay. अपनी तो जिंदगी कटती है फुटपाथ पे. യാത്ര ടുഡേ ദിൽഷാദ് നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ഒരു യാത്ര വ്ളോഗർ തന്നെയാണ്. അതുമാത്രവുമല്ല, തൻ്റെ സുഖം, തൻ്റെ സമ്പാദ്യം, അതിലുപരി നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു യൂട്യൂബർ കൂടിയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അദ്ദേഹം ആഫ്രിക്കയിൽ പോയിട്ട് കിണർ വരെ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ദിൽഷാദിനെ 6 ദിവസമായിട്ട് കാണാനില്ല എന്നാണ് കേൾക്കുന്നത്. ആസാമിൽ നിന്നാണ് അവസാനമായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് 6 ദിവസം മുമ്പ്. പിന്നീട് ഒരു വിവരവുമില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആസാമിലെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അയാളെ കണ്ടുപിടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വെറും സുഖം നോക്കിയിട്ട് പോകുന്ന ഒരു വ്ളോഗറൊന്നുമല്ല. ഒരുപാട് പേർക്ക് നന്മ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. ഈ ഒരു യാത്ര കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം, മറ്റുള്ള പല യാത്രക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒറ്റ കൂണ് കഴിക്കാൻ വേണ്ടിയിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും പോകുന്നവരാണ്. പക്ഷേ ദിൽഷാദ് അങ്ങനെയല്ല. അയാൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കിണർ കുഴിച്ചു കൊടുത്ത രംഗം എനിക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ രോമാഞ്ചം വരുവാണെന്ന്. നമുക്കൊക്കെ കിണർ കുഴിച്ച് വെള്ളം കാണുമ്പോൾ വലിയ ഇതൊന്നും സംഭവമൊന്നുമല്ല. പക്ഷേ ആഫ്രിക്കയിൽ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ കണ്ണീരോടുകൂടി കരഞ്ഞു പോകുന്ന ഒരു രംഗമായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു സംഭവമൊക്കെ ആസാമിലൊക്കെ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ദിൽഷാദ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ മനുഷ്യനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. അതായത് മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരാണ്. കള്ളന്മാരുണ്ടാകാം, അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപാതകികളുണ്ടാകാം, അങ്ങനെ കൊടും ക്രിമിനലുകൾ ഉണ്ടാകാം, ഇങ്ങനെയുള്ള പല ആൾക്കാരും ഉണ്ടാകും. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള വണ്ടിയൊക്കെ ആണെങ്കിൽ ആ വണ്ടിയൊക്കെ നോട്ട് ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട്. പരമാവധി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് അന്യ സംസ്ഥാന വണ്ടികൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഒരു പ്രത്യേക ചൊറിച്ചലാണ്. ഇപ്പം നമ്മൾ എന്തിനധികം പറയുന്നത്, നമ്മൾ കർണാടകത്തിലേക്ക് പോകുമ്പോഴേ കേരള വണ്ടി എന്ന് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചലാണ്. അതുപോലെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ കേരള വണ്ടി എന്ന് പറഞ്ഞാൽ ചൊറിച്ചലാണ്. അതുകൊണ്ട് അവർ ആ ഒരു സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിലെ സംസ്ഥാനത്തുള്ള വണ്ടി ആണെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ KL എന്ന് പറയുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതെന്താ സംഭവം എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പല സംസ്ഥാനങ്ങളിലും എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരാണ്. നമ്മൾ വിചാരിക്കുന്നതിലും ഭയങ്കരമായിട്ടുള്ള ക്രൂരന്മാരൊക്കെ ഉണ്ട് അവിടെ. ഒരു പ്രാവശ്യം ഒരു സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഒരു വ്ളോഗറാണ്, ഇപ്പോഴും കാണുന്നില്ല, എവിടെ പോയതെന്നറിയില്ല. ആ വ്ളോഗർ ഇതുപോലെ പോയപ്പോഴേ ആന്ധ്രാപ്രദേശിൽ വെച്ചിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരെ അയാളെ തടയുകയാണ്. അവരുടെ ലക്ഷ്യം പണമോ സ്വർണമോ ഒന്നുമല്ല, ആ മനുഷ്യനെ എന്തോ ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി അവൻ സൈക്കിളും അവിടെ ഇട്ടിട്ട് അവിടുന്ന് ഓടുകയാണ് ചെയ്തത്. പിന്നീട് പോലീസിനെയും കൊണ്ടുവന്ന് ആ ഒരു ബാഗും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പോലീസുകാർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങളിത് ചെയ്യാൻ പാടില്ല, ഇതുപോലെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. കാരണം ഒരുപാട് മനസാക്ഷിയില്ലാത്ത കുറേ കൊടും ക്രിമിനലുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, ഇപ്പോൾ പണ്ട് നമ്മുടെ KL ബ്രോസ് അവരൊരു ഓൾ ഇന്ത്യ ടൂർ നടത്തിയിരുന്നു. അങ്ങനെ ടൂറ് നടത്തിയപ്പോൾ അവർ ഇവിടെ നിന്നും കുറേ തുണികളും കൊണ്ടാണ് പോയത്. പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ കൊടുക്കാം എന്നുള്ള തരത്തിലാണ് തുണികൾ കൊണ്ടുപോയത്. ഒരു ഗ്രാമത്തിൽ കയറി തുണിയൊക്കെ കൊടുത്തു. രണ്ടാമത്തെ ഗ്രാമത്തിൽ കയറി തുണിയൊക്കെ കൊടുത്തപ്പോഴേ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നവർ എന്ന് പറഞ്ഞ് ഇവരെ ഗ്രാമവാസികൾ അവിടെ തടയാൻ നോക്കുന്നു. വേറെ ചോദ്യമോ പറച്ചിലോ ഒന്നും ഉണ്ടാവില്ല. ഞാനിവിടെ കേരളത്തിൽ നിന്ന് ഇത് പിടിക്കാൻ വന്നതൊന്നും പറയാനൊന്നും പറ്റൂല. അവിടെയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് ഇപ്പം ചെയ്യുന്നില്ല. അത് തന്നെയാണ്. നമ്മുടെ നാട്ടിലൊരു ഹിന്ദിക്കാരനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമോ ഒന്നും അല്ല ചോദിക്കുക, അത് അടിയല്ലേ. അതേപോലെ തന്നെയാണ് അവിടെയും. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറേ ഡേഞ്ചറായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആ ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മനസ്സിലാവും, അയാൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ.
അയാൾക്കൊന്നും സംഭവിക്കാതെ അയാൾ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് തിരിച്ചു വരട്ടെ. പക്ഷേ 5-6 ദിവസമായിട്ട് ഒരു വിവരവും ഇല്ല എന്ന് പറയുമ്പോഴേ ആസാമിൽ പല സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം കയറി കഴിഞ്ഞാൽ വന്യജീവികൾ എല്ലാം നാട്ടിലേക്ക് വരും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും റേഞ്ചോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും പെട്ടുപോയതാണോ, വെള്ളം കയറിയതുകൊണ്ട് എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കയറി നിന്നതാണോ, ഒന്നും അറിയില്ലല്ലോ. ഇന്നിപ്പോഴെന്ന് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം മുതലാണ് ഈ വാർത്ത വരാൻ തുടങ്ങിയത്. യാത്ര ടുഡേ ദിൽഷാദിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. കുറേ നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം നൊമാദിന് പറ്റിയ സംഭവം. നൊമാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു രാജ്യത്ത് ആമസോൺ കാട്ടിലേക്ക് പോയിട്ട് അയാളുടെ ഈ വഞ്ചിയൊക്കെ തകർന്ന് പിന്നീടെന്ന് പറഞ്ഞാൽ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഒഴുകുന്ന നദികളല്ല, മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നദികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രൗദ്രഭാവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലതരത്തിലുള്ള ജീവികൾ, മുതലേ അടക്കമുള്ള ജീവികളുണ്ടാകും. അതുകൊണ്ടല്ലേ പലരോടും പറയുന്നത്, അതായത് അന്യ സംസ്ഥാനത്തൊന്നും പോയിട്ട് അവിടെയുള്ള പുഴയിലൊന്നും ഇറങ്ങിയേക്കരുത്. നമ്മളിവിടുത്തെ ആറ്റുകടവ് പോലെയൊന്നും അല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ രൗദ്രഭാവത്തോടു കൂടിയിട്ടാണ് പുഴകൾ. അവിടെ പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പലതരത്തിലുള്ള ജീവികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെൻ്റടിച്ച് ജീവിക്കുന്നവർ, ടെൻ്റടിച്ച് പോയിട്ട് ടെൻ്റൊക്കെ അടിക്കുന്നവർ, അവരൊക്കെ വളരെ സൂക്ഷിക്കണം. കാരണം ഏതെങ്കിലും ഒരുത്തൻ്റെ കണ്ണിൽ ഉടക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജീവൻ വരെ പോകും. അങ്ങനെയുള്ള കുറേ വെളിയന്മാരാന്ന് എന്താ പറയേണ്ടത് പല സ്ഥലങ്ങളിലുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വളരെയധികം സൂക്ഷിക്കണം. ഇങ്ങനെ യാത്ര പോകുന്നവരോട് സാഹസികതയൊക്കെ നല്ലതാണ്, നല്ല സാഹസികയും കാര്യങ്ങളൊക്കെ എല്ലാവരും അംഗീകരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവൻ നോക്കണം ആദ്യം, അതാണ് വേണ്ടത്. അന്ന് ഇതുപോലെ ഹിച്ചേക്കും നൊമാദിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് തീ തിന്നതാണ്. പിറ്റേന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വിവരങ്ങൾ കിട്ടി. അപ്പോൾ അന്ന് അയാളെ എല്ലാവരും കുറ്റം പറഞ്ഞിരുന്നു, കാരണം വൈറലാകാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാർ ഓരോ പരിപാടിയായിട്ട് ഇറങ്ങിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ സാഹസികയും കാര്യങ്ങളൊക്കെ വേണം. അതിലുപരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ അത് പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെയാണ്. അത് കാക്കണം നമ്മൾ കൃത്യമായിട്ട്. അത് കാത്തിട്ടുള്ള കാര്യം വേണ്ടു. അപ്പോൾ ഏതായാലും ദിൽഷാദ് പെട്ടെന്ന് തന്നെ മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും യാത്ര പോകുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കുക. അതായത് കേരള വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു ചൊറിച്ചാലുന്ന ചില ടീമുകളുണ്ട്. അവരെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത ടീമുകളും ആയിരിക്കും. അതായത് ചിലപ്പോൾ പണം കൊണ്ടുപോകാൻ മാത്രമല്ല ജീവന് വരെ അപകടം വരുത്തിയെന്ന് വരും. ഈ കേരള വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. കേരള വണ്ടി കൊണ്ട് കർണാടകത്തിലോ മറ്റൊക്കെ പോയി എല്ലാവരും ഒരുപോലെയല്ല ഞാൻ പറയുന്നത്. ചില ആൾക്കാർ, ചില ടീമുകൾ, അത് ചിലപ്പോൾ മലയാളികളും ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അതായത് മലയാളികളെ തന്നെ പറയും ഇതേടാ കേരള വണ്ടിയാണേ, നമ്മൾ നോക്കിക്കോ, അതിന് ചിലപ്പോൾ ഹിന്ദി അറിയില്ല, മലയാളം അറിയില്ല എന്ന് പറയും. അങ്ങനെ ഒറ്റ കൊടുക്കുന്ന ടീമുകളും ഉണ്ടാവും. എല്ലാവരെയുമാണ് പറയുന്നത്, അല്ലാതെ ഒരാളെ മാത്രമല്ല. ഏതായാലും ദിൽഷാദ് എന്ന് പറയുന്ന വ്യക്തിയെ കാണാതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വേറെ തർക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. അയാൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ, തിരിച്ചു വന്നേ മതിയാവൂ. കാരണം ഒരുപാട് നന്മ പ്രവൃത്തികളെ, സാധാരണ യൂട്യൂബറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ദിൽഷാദ് എന്ന് പറയുന്ന പയ്യൻ. അതുകൊണ്ടാണ് പറയുന്നത് അയാൾ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.